ഇന്നത്തെ ആയുർജീവനത്തിൽ ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ച് തന്നെയാണ്. ഈ കർക്കിടക ചികിത്സാചരണത്തിൽ ശരിക്കും ഈ ചികിത്സ പോലെ തന്നെ, അതായത് ചികിത്സയുടെ ഭാഗമാണ് അതിൻ്റെ ഒരു ആഹാരക്രമവും. അതായത് ആഹാരം ക്രമീകരിച്ച് തന്നെ ശരിക്കും ആരോഗ്യവാനായ ഒരാൾക്ക് കർക്കിടക ചികിത്സ എടുക്കാവുന്നതേ ഉള്ളൂ, ആഹാര ക്രമീകരണത്തിലൂടെ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നതും അതുപോലെ കർക്കിടകത്തിൽ ഫോളോ ചെയ്യേണ്ട ഡയറ്റുമൊക്കെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ്. ഇതിൽ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്നെന്ന് പറയുന്നത് കർക്കിടക കഞ്ഞിയാണ്. അപ്പോൾ എന്താണ് ഈ കർക്കിടക കഞ്ഞി, എന്താണ് അതിൻ്റെ ആവശ്യകത, എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആയുർജീവനത്തിൻ്റെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ ഫോളോ ചെയ്യേണ്ട ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയെക്കുറിച്ചുമൊക്കെ ആധികാരികമായി നമുക്ക് പറഞ്ഞു തരാനായി ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഭദ്രൻ, ക്വാളിറ്റി അഷ്വറൻസ് വിങ്, ശാന്തിഗിരിയിലെ ക്വാളിറ്റി അഷ്വറൻസ് വിങ്ങിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. സർ, ആയുർജീവനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും കർക്കിടകത്തിൽ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക രീതി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഡയറ്റ് പാറ്റേൺ മാത്രമല്ല, പല രീതിയിലുള്ള ചികിത്സാ മുറകളും ഈ കർക്കിടകത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഇപ്പോൾ ആയുർവേദ രീതിയാ പറയും 6 ഋതുക്കളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ 6 ഋതുക്കളിൽ വസന്തം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം, ശിശിരം, വർഷം, ഇങ്ങനെ. അപ്പോൾ ഈ വർഷക്കാലത്ത് ഓരോ ഋതുക്കളിലും ശരീരത്തിൽ ഓരോ രീതിയിലുള്ള വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഋതുക്കളിലും ഋതുചര്യകൾ പറയുന്നുണ്ട്, പ്രത്യേക ജീവിതക്രമങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കർക്കിടകത്തിൽ അല്ലെങ്കിൽ വർഷക്കാലം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്, മഴക്കാലത്ത്. അപ്പോൾ ആ മഴക്കാലത്ത് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ദോഷങ്ങളുടെ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ വ്യത്യാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശോധന ചികിത്സയുണ്ട്, ശമന ചികിത്സയുണ്ട്, ആഹാര ആചാരങ്ങളെ കൊണ്ടുള്ള ചികിത്സയുണ്ട്. അതായത് നമ്മുടെ കർക്കിടകത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ഫോളോ ചെയ്യേണ്ട ഒരു ഭക്ഷണക്രമമുണ്ട് എന്നുള്ള, അതിൻ്റെ ഒരു ക്യാപ്സൂൾ ഫോമാണോ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ അത് കർക്കിടക കഞ്ഞി നമ്മളിപ്പം 7 ദിവസം കർക്കിടക കഞ്ഞി കഴിച്ചുകൊണ്ടൊന്നും ആവില്ല സത്യത്തിൽ. ആ വർഷക്കാലം മുഴുവനും ഇത് ആചരിക്കണം. ഈ കർക്കിടക കഞ്ഞി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. നമ്മൾ വയറ് നിറച്ച് ചിക്കനോ മട്ടനൊക്കെ കഴിച്ചിട്ട് ഈ കർക്കിടക കഞ്ഞി ഒരു ഗ്ലാസും കൂടെ കഴിച്ചാൽ അതിൽ കാര്യമില്ല, ഫലം കിട്ടില്ല. പലതരത്തിലുള്ള കർക്കിടക കഞ്ഞികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് സെയിം ആണോ? ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ വടക്കോട്ട് പോയ കോഴിക്കോട് ഏരിയയിൽ വേറൊരു കർക്കിടക, വേറൊരു കർക്കിടക, പല രീതിയിലും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് വരുന്നത്. ഇപ്പം നവരേരി ഇതെല്ലാം എല്ലാത്തിലും കോമൺ ആണ്. പിന്നെ അതിൽ ചില ഇലച്ചാറുകൾ പിഴിഞ്ഞ് തവിട് നീക്കം ചെയ്യാത്ത അരിയല്ലേ? തവിട് നീക്കം ചെയ്യാത്ത അരി, നമ്മൾ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലച്ചാറുകൾ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഇലച്ചാറുകൾ ചേർത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ അങ്ങാടി മരുന്നുകൾ, ഈ പറഞ്ഞ പോലെ അരികൾ 6, ജീരകം 3, ഏലമ്മല, ഉറങ്ങും, പച്ചില, നാഗപ്പൂ, ജാതിക്ക, ജാതിപത്രി, മഞ്ഞൾ, ഇങ്ങനെയുള്ള എള്ള്, ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചിട്ട് അത് ഇതിന് മിക്സ് ചെയ്തിട്ട് പൊടിമരുന്നായിട്ട് ഉപയോഗിക്കും. ചിലവർ ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ പറയുന്ന ബ്രൗൺ റൈസും പറയുന്നത് ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു, പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ പലതും ചേർക്കാം അതിൽ. പിന്നെ അതിൽ നെയ്യ് ചേർക്കാം, ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ചേർക്കാം. അത് നെയ്യ് ചേർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ നെയ്യ് പറ്റില്ല, അപ്പോൾ അത് ഒഴിവാക്കാം. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് കരിപ്പട്ടി പറ്റില്ല, അപ്പോൾ അത് അവർക്ക് ഒഴിവാക്കാം. പക്ഷെ എന്നാലും ഈ കർക്കിടക കഞ്ഞിയുടെ ഗുണം അതുകൊണ്ട് നശിക്കുന്നില്ല. പിന്നെ അതുപോലെ വേറെ ഏതെങ്കിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്? ഞവരയരി, ബ്രോക്കൺ വീറ്റ്, ഗോതമ്പ്, അതുപോലെ തന്നെ ചെറുപയർ, ഉലുവ, ഇതാണ് നമ്മൾ ഇത് നാലുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാത്തിലും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. അവരരിയാണ് കോമൺ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ മാറ്റി ഒരു ആയുർവേദിക് സെൻറ്ററിൽ കുറച്ച് ദിവസം കിടന്ന് ചികിത്സിക്കുന്നത് മാത്രമല്ല കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്, അതൊരു ബ്രോഡർ ടേമാണ്. അതായത് കർക്കിടക ചികിത്സാ ആചരണം എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ശോധനം, ശമനം, ആഹാരം, ആചാരം എന്നിങ്ങനെ 4 കൂടി ചേരുമ്പോഴാണ് ശരിക്കും ഒരു കംപ്ലീറ്റ് കർക്കിടക ചികിത്സ ആയി അത് മാറുന്നത്. അതായത് ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമത്തിലൂടെ നമ്മുടെ ശരീരത്തിനെ ഒന്ന് റീജുവനേറ്റ് ചെയ്ത് റിക്യൂപ്പ് ചെയ്ത് ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ട് ഇമ്മ്യൂണായിട്ടും വെക്കേണ്ട ഒരു
ചികിത്സയാണ് ശരിക്കും ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നതും. അപ്പോൾ പാലിക്കേണ്ട ഒരു ഭക്ഷണക്രമമാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗവും മാത്രമാണ്. നാളെ വീണ്ടും ഇതുപോലെ കർക്കിടക ചികിത്സയുടെ ഡീറ്റെയിലുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.